ശ്രീജ, തീർച്ചയായും വളരെ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വീട്ടിനകത്തേക്ക് രാവിലെ മുതൽ തന്നെ, പുലർച്ചെ മുതൽ തന്നെ ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി നേരത്തെ ശ്രീജ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബം മുഴുവൻ അകത്തുണ്ട്. ഒപ്പം തന്നെ പുറത്ത് ആളുകൾ ഇങ്ങനെ കാവലായി നിൽക്കുകയാണ്. പുലർച്ചെ മുതൽ തന്നെ ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി. ഇന്നലെ രാത്രി കെ സെന്ററിലെ പൊതുദർശനത്തിന് ശേഷം അവിടെ നിന്ന് ഭൗതിക ശരീരം ഇവിടേക്ക് എത്തിച്ചപ്പോൾ മുതൽ തന്നെ കേരളത്തിന്റെ അങ്ങേ അറ്റത്ത് മുതൽ, കാസർഗോഡ് നിന്ന് മുതലൊക്കെയുള്ള ആളുകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ രാവിലെ നമ്മൾ പലരുമായി സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ അവരും ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് പല ഘട്ടത്തിലും മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും ഒക്കെ തന്നെ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഒക്കെ പല പരാതികളുമായും അല്ലെങ്കിൽ പല ആവശ്യങ്ങളുമൊക്കെയായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. ഇപ്പോൾ ഒടുവിൽ അദ്ദേഹത്തിന്റെ ചേതനയേറ്റ മൃതശരീരം, ഭൗതിക ശരീരം കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്ന അത്രത്തോളം സങ്കടകരമായ കാഴ്ച. ഒരു നമുക്ക് പ്രിയപ്പെട്ട നേതാവിനെ കണ്ട് പോകുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കാണാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 മണിയോടുകൂടി ഭൗതിക ശരീരം ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇവിടെ അത്രത്തോളം തിരക്കുണ്ട്, വലിയ പോലീസ് സന്നാഹങ്ങളൊക്കെ ഉണ്ട്. കാരണം ഈ തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് പൊതുദർശനമോ അല്ലെങ്കിൽ കാണാനുള്ള സൗകര്യമോ ഒന്നും നേരത്തെ ഏർപ്പെടുത്തിയിട്ടില്ലായിരുന്നു. പക്ഷേ ആളുകൾ ഇങ്ങനെ വന്ന് മറിയുകയാണ്. അത്രത്തോളം ആളുകൾ ഇവിടേക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ നമുക്ക് ഇവിടെ ഒട്ടനവധി ആളുകളുണ്ട്. അവരോടൊക്കെ തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം. മിഥുൻ, ശബ്ദത്തിലൊരു ചെറിയ പ്രശ്നമുണ്ട് മിഥുൻ. അവിടെ ഒരുപാട് പേരെ കാണാം. രാവിലെ നമ്മൾ നോക്കുമ്പോൾ അവിടെ മലമ്പുഴയിൽ വന്ന ഒരുപാട് സഖാക്കളുണ്ട്. ചിലർ പറയുന്നത് കേൾക്കുകയായിരുന്നു, VS-നെ കണ്ടിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നത്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചിട്ടല്ല. അങ്ങനെ ഈ നാടിൻ്റെ പല ഭാഗത്തുമുള്ള എത്രയോ മനുഷ്യന്മാർക്ക് VS ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ VS ആയിരുന്നു, കമ്മ്യൂണിസ്റ്റ് എന്നാൽ VS ആയിരുന്നു. അങ്ങനെ ഒരു സമര നൂറ്റാണ്ട് നമ്മുടെ തലമുറയ്ക്ക് മുന്നിൽ അവശേഷിപ്പിച്ച് VS ഉണ്ടായിരുന്ന കാലത്ത് ജീവിച്ചു എന്ന അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന തരത്തിൽ നമ്മളെ അഭിമാനിതരാക്കിയാണ് VS കടന്നു പോകുന്നത്. 75 വർഷത്തോളം നീണ്ട ഒരു സമര ജീവിതം, രാഷ്ട്രീയ ജീവിതം എന്നൊക്കെ പറയുന്നത് ഇനി ഏതെങ്കിലും രാഷ്ട്രീയ നേതാവിന് അവകാശപ്പെടാൻ ഈ ഒരു ലോകത്ത് കഴിയുമോ എന്നറിയില്ല. പക്ഷേ VS-നത് കഴിയും. ഒരു സമര നൂറ്റാണ്ട് തന്നെ, ജീവിതം തന്നെ അദ്ദേഹത്തിൻ്റെ പോരാട്ടമായിരുന്നു എന്ന് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു സമര ജീവിതം, പോരാട്ട ജീവിതം നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ച് ആ ജീവിതത്തിൻ്റെ ദീപ്ത സ്മരണകളിൽ എത്രയോ ആയിരങ്ങളെ ഇനിയും മുന്നോട്ട് പോകാൻ പ്രചോദിതരാക്കിയാണ് അദ്ദേഹം യാത്ര പറയുന്നത്. ഇന്ന് ദേശാഭിമാനി അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ ദേശാഭിമാനിയുടെ ആദ്യത്തെ പേജിൽ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: കാലമേ സാക്ഷിയാകൂ, സമരാങ്കണങ്ങളെ ഉയർത്തെണീക്കൂ, ഇതാ ചരിത്രം വിടവാങ്ങുന്നു. ഒരു നൂറ്റാണ്ടിൻ്റെ സമരജീവിതം 2 അക്ഷരങ്ങളിൽ കൊടുങ്കാറ്റിൻ്റെ ഊർജ്ജമായി തലമുറകൾക്ക് നിറച്ചുവെച്ച VS ഇനി വരും പോരാട്ടങ്ങൾക്ക് ചൂടും വെളിച്ചവുമേകും. അത് ഏറ്റവും അർത്ഥവത്തായ വരികളാണെന്ന് തോന്നുന്നു. ഒരു കൊടുങ്കാറ്റിൻ്റെ ഊർജ്ജമായി ആ 2 അക്ഷരം നമ്മുടെയൊക്കെ ഹൃദയങ്ങളിലുണ്ട്. ഇനി കേരളത്തിൽ ഏത് രാഷ്ട്രീയ നേതാവിനാണ് രാഷ്ട്രീയത്തിനപ്പുറം ഇങ്ങനെയൊരു ജനകീയ യാത്രാമൊഴി ലഭിക്കുക എന്നറിയില്ല. രാഷ്ട്രീയത്തിനപ്പുറമാണ് VS-നോട് ആളുകൾക്കുള്ള സ്നേഹം. ഇന്നലെ മുതൽ നമ്മൾ കാണുന്നതാണ്. AKG സെൻറ്ററിൽ എത്തുന്നത് രാഷ്ട്രീയത്തിനും അപ്പുറം VS എന്ന നേതാവിനെ കാണാനെത്തുന്നവരെയാണ് നമ്മൾ അവിടെ കണ്ടത്. മിഥുൻ, തുടർന്നോളൂ. ശ്രീജ, തീർച്ചയായും അത്രത്തോളം സങ്കടത്തോടെ, ദുഃഖത്തോടു കൂടി ഒരു ഇന്നലെ രാത്രി 12 മണിയോടെയാണ് PMGയിലെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവന്നത്. രാവിലെ വരെയുള്ള സമയം കുടുംബത്തിനുള്ള സമയമാണ്. അവിടെ പൊതുദർശനം അനുവദിക്കില്ല എന്ന് പറഞ്ഞിരുന്നു. എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ ഇവിടെ വന്നാൽ അദ്ദേഹത്തെ അടുത്തൊന്ന് കാണാം, അവസാനമായി ഒന്ന് കാണാമെന്ന് കരുതി രാത്രി തന്നെ അവിടെ എത്തിച്ചേർന്ന ആളുകളുണ്ട്. അവരൊക്കെ വീട്ടിൽ കയറി VS-നെ കാണുന്നുണ്ട്. ഇനി 9 മണിയോടെയാണ് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി കൊണ്ടുവരിക. ദർബാർ ഹാൾ
കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിക്ക്, കേരളത്തിൻ്റെ മുൻ പ്രതിപക്ഷ നേതാവിന്, ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ, അങ്ങനെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ തലപ്പത്ത് ഭരണത്തിനൊപ്പം നിന്ന അങ്ങനെ ഒരാൾക്ക് ഔദ്യോഗികമായുള്ള യാത്ര പറച്ചിലാണ് ദർബാർ ഹാളിൽ നടക്കുക. അതിനുശേഷം വൈകിട്ടായിരിക്കും ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകുന്നത്. ആലപ്പുഴ